എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. KSFE ഈ നാടിന്റെ ധൈര്യം. സിനിമയെക്കുറിച്ച് നമ്മൾ തള്ളാതെ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കാം. ഞാൻ ഏത് ലൂപ്പിൽ പോയാലും ഈ സമയത്ത് ഇപ്പൊ തിരിച്ചെത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. മണിച്ചിത്രത്താഴും മൈഡിനെക്കുറിച്ച് എക്സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മളെക്കാളും നല്ല ബുദ്ധിയുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. KG ജോർജ് സാറും പത്മനാഭൻ സാറും ഭരതൻ സാറും ഇവരൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഇവർ പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന സബ്ജക്റ്റുകൾ, എന്ത് മാത്രം വെറൈറ്റി സബ്ജക്റ്റുകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. അപ്പം ഇന്ത്യൻ ടൈം ട്രാവലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മിത്തോളജിയിലുണ്ട്, ഇതേപോലെ കാക്ബുഷിൻഡി എന്ന് പറഞ്ഞിട്ട്. ഞാൻ രാഗം തിയേറ്ററിൽ തൃശ്ശൂർ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീണ്ടും എന്തൊരു മഹാനുഭാവം സോങ് കണ്ട് തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്യുമ്പോഴാണ് ഞാനും സിബ് സാറും സിയാദിക്കും കൂടെ അതിനകത്തേക്ക് ചെല്ലുന്നത്. ലിറ്ററലി കണ്ണ് നിറഞ്ഞു വരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ലൈഫിൽ സക്സസ് കിട്ടുന്നത്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഡാർക്ക് ലോസ്റ്റ് ഒക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു സീരീസിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയൻസിലോട്ട് അവർക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ള സാധനമാണ് മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. വെൽക്കം എവരിവൺ. ഹായ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സമയം ഒരു പോസ്റ്റ് റിലീസിൻ്റെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ വരുന്നു, പ്രേക്ഷകർ ഹാപ്പി, നിങ്ങൾ ഹാപ്പി, സ്ക്രീനുകൾ കൂടുന്നു. എല്ലാ തരത്തിലും ഒരു സിനിമ റിലീസായി കഴിഞ്ഞ് സംസാരിക്കുന്ന വേളയിൽ എല്ലാം സന്തോഷമുള്ള വാർത്തകളാണ് ചുറ്റുമുള്ളത്. എന്താ ശരിക്ക് നിങ്ങളുടെ ഈ ഒരു മൊമെൻ്റ് എന്താണ്? ഒരു 1 വീക്ക് എന്ന് പറയുന്നത് 7 ദിവസമാണല്ലോ ഇപ്പോഴും ഒരു സിനിമയുടെ ഗ്രോത്തും കൂടെ എപ്പോഴും നോക്കുന്നത്. ഈ 7 ദിവസത്തെ എങ്ങനെ കാണുന്നത്? 7 ദിവസം ശരിക്കും നമ്മൾ ഈ സിനിമയുടെ റിലീസിന് മുമ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ഒരു നോർമൽ സാധാരണ ചെയ്യുന്ന പോലുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ റിലീസാണ് ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് ആയാലും അല്ലെങ്കിൽ ഇത്തരം ഇൻ്റർവ്യൂസ് ആയാലും ഒക്കെ ചെയ്യുന്നത്. അത് ആദ്യമേ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ജിത്തും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇത് മതി. കാരണം ആദ്യം സിനിമയെക്കുറിച്ച് നമ്മൾ തള്ളാതെ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എക്സൈറ്റിംഗ് ആണത്. കാരണം സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയുന്ന ഇത് കേട്ടിട്ട് പോകുന്ന പ്രേക്ഷകരാണ് ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിട്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഞങ്ങളൊരു ചെറിയൊരു ടീം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു സിനിമയുടെ ഇപ്പോൾ ഞാൻ തന്നെ അസോസിയേറ്റ് ചെയ്യുന്ന പല സിനിമകളുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ എടുത്തു പറയാവുന്ന പേരുകൾ ഈ സിനിമയുടെ പിറകിലും മുമ്പിലും ഇല്ല. ഞാനും അസ്കറും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അസ്കറാണ്, പിന്നെ ഞാനുണ്ട്, അസീം ചൊമാൽ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്, പിന്നെ സെന്തിലുണ്ട്, സിദ്ധാർത്ഥുണ്ട്. അങ്ങനെ വളരെ അപ്പോൾ നമുക്ക് ഒരു പോസ്റ്ററിൽ മുഖം വെച്ചിട്ട് സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടൻറ്റാണ്. അപ്പോൾ ആ കോണ്ടൻറ്റ് വൺസ് സ്റ്റാർട്ടഡ് സ്പീക്ക്, പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും അവർ തന്നെ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടാവുകയും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീഡിലൊക്കെ വരുന്ന ഞങ്ങളുടെ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജുകളിൽ എല്ലാം അവർ സിനിമയെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ആ സമയം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയെ ഞങ്ങൾക്ക് ഹൈയാക്കി തന്നത്. അതാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കാനും കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഞങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അസ്കറിന് എങ്ങനെയാണ് ഒരു ലീഡ് ചെയ്യുന്ന സിനിമ, അതിൻ്റെ ഒരു റീച്ച്, ആളുകളുടെ സ്നേഹം? വിനീതേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സിനിമ റിലീസായി അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് വന്ന് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാര്യം സിനിമ ഓൾറെഡി ആളുകളിലേക്ക് എത്തി, അവരത്രയും അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളടക്കമുള്ളവർ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഈ സിനിമ ഒരു സക്സസ് ആയി അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമകൾ റിലീസാവുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ക്രൂ ബാഗ് എടുത്ത് പോയുള്ള ശീലമാണ് വീട്ടിലേക്ക്. അതെല്ലാം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഒരു തിരക്ക്, അല്ലെങ്കിൽ നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല തിയേറ്റർ വിസിറ്റ് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എത്ര ടയേർഡായാലും നമ്മുടെ മനസ്സിൽ അതിനുവേണ്ടി ഓടാനുള്ള ഒരു ഊർജ്ജം, ഈ സിനിമ ഒരു വിജയമാണ്, അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് ലൈഫിൽ കിട്ടിയ ഒരു ഭയങ്കര ഭാഗ്യമാണ്. അത് ഞാൻ ഒരു മിനിറ്റ് പോലും ഇടപെടാതെ, ഞാൻ പറയില്ലേ, ഇതിപ്പോൾ ഒരു ടൈം ലൂപ്പ് സിനിമയാണ്. ഞാൻ ഏത് ലൂപ്പിൽ പോയാലും ഈ സമയത്ത് ഇപ്പം തിരിച്ചെത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ സിനിമ റിലീസായിട്ടുള്ള ഈ ഒരു വീക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആഴ്ച തന്നെ. സംവിധായകൻ അതായത് ഇത്രയും വലിയൊരു സിനിമ ഒരുക്കുന്നു, ഇത് ഈ പ്രേക്ഷകരൊപ്പം കാണുന്നതുണ്ടല്ലോ, ആക്ടേഴ്സിനൊക്കെ മുകളിലായിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്ത് ലൈഫ് കൊടുത്ത ഒരാൾ
ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും ഫസ്റ്റ് ഷോയ്ക്ക് ഇരിക്കുമ്പോൾ ഇവരെങ്ങനെ എടുക്കും, നമ്മളുടെ ഹൈ ആയിരിക്കണം എന്നില്ല ഓഡിയൻസിൻ്റെ ഹൈ. എന്താ ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഷോ ഇപ്പോൾ ക്രൂ ഷോ ആണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോഴും ഇവർ പറഞ്ഞിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ നോക്കാം. പക്ഷെ അന്നേരം ഈവനിങ് ഷോ നമ്മൾ അന്ന് വനിതയിൽ ഈവനിങ് ഷോ നൈറ്റ് ഒരു ഷോയ്ക്ക് തിയേറ്റർ വിസിറ്റിന് നിന്നു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് കൈയടി. ഹൗസ്ഫുൾ ഷോ, ഫ്രണ്ട് റോയിൽ ഏറ്റവും കോർണർ സീറ്റിൽ വരെ ആൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ ഓക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നമുക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ട്രിവാൻഡ്രം ഇന്നലെ ഏരീസിലൊക്കെ പോയി. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ആൾ വരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഓക്കെ രണ്ടാമത്തെ വീക്കിലെ മൺഡേ ആണ്, ഡ്രൈ സീസൺ ആണ്. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴും ഷോസ് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് ഭയങ്കര അത് ശരിക്കും റിയാലിറ്റി ആണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തൊരു ഫീലിംഗ് ആണ്. എനിക്ക് ഈ സംഭവത്തിൻ്റെ പോസ്റ്റ് റിലീസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിനീത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആളുകൾ പറയുന്നതിനെ പറ്റിയ ഒരു ഈ പറഞ്ഞൊരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ പല തരത്തിൽ സിനിമ മാർക്കറ്റ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു സംഭവത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ വേയിലാണ് സിനിമ ആളുകളുടെ എത്തുന്നത്. മൗത്ത് പബ്ലിസിറ്റിയാണ് സംഭവിക്കുന്നത്. വേർഡ് ഓഫ് മൗത്തിൽ കണ്ടവർ പറയുന്നു, ഒരു കുറിപ്പായിരിക്കാം, സ്റ്റോറി ആയിരിക്കാം, അവർ തന്നെയാണത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് അവർ പറയാണ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കാരണം ഇത് ഞങ്ങളാണ് സാധാരണ പറയാറുള്ളത്, നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കാണണം, OTT-യിൽ വെയിറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയും. പക്ഷേ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്നാണ് ഞങ്ങൾക്ക് വരുന്ന എല്ലാ ഞങ്ങളുടെ ഷെയർ ചെയ്യപ്പെടുന്ന സ്റ്റോറീസിലെല്ലാം അത് അവരാണ് പറയുന്നത്. അത് വെരി കോമൺ പീപ്പിൾ, സിനിമയുടെ ആളുകളല്ല. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര എന്താ പറയുക സർപ്രൈസ് ആണ്. ഈ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് പറഞ്ഞതുകൊണ്ട് സിനിമ ലിറ്ററസി മാറുന്നുണ്ടല്ലോ നമ്മുടെ ഓഡിയൻസിൻ്റെ. അവർ ഈ പലതരത്തിലുള്ള ജോൺറേഴ്സ് കാണുന്നു, പല ഭാഷകളിലെ സിനിമകൾ കാണുന്നു. അവിടെ ഒരു ടൈം ലൂപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് ആളുകൾക്ക്. അവർ കണ്ട് ശീലിച്ചു, പരിചയിച്ചു. സ്റ്റിൽ അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇത് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ബേസിക്കലി കണക്റ്റ് ആവുക എന്നുള്ളത്, ആ കണക്ഷനിലാണ് സിനിമ വർക്കാവുന്നത്, ആളുകൾ ഏറ്റെടുക്കുന്നത്. ഇതിലിപ്പോൾ ഷോർട്ട് ഫിലിം ഇതിന് മുന്നേ ഉണ്ടെങ്കിൽ കൂടി ഒരു സിനിമയായിട്ട് ഒരു ഐഡിയനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്, അതിലെ കോൺഫിഡൻസ് ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിനെയും അവർക്കൊരു യെസ് ഫാക്ടർ നൽകാൻ മാത്രമുള്ള ഒരു നരേഷൻ, അതെന്തായിരുന്നു? ഓഡിയൻസിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, അവർ നല്ല വിശ്വാസമുണ്ട്. കാര്യം ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് കോവിഡ് അവർ എല്ലാ തരത്തിലുള്ള ജേണറുകളും എല്ലാ തരത്തിലുള്ള സിനിമകളും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വലിയൊരു കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ എന്താ പറയുക, മണിച്ചിത്രത്താഴും മൈഡിനെ ചാതനൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ്. നല്ല നമ്മളെക്കാളും നല്ല ബുദ്ധിയുള്ള ഓഡിയൻസാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു മെയിൻ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ ഇപ്പോൾ എനിക്കും എന്താ പറയുക, ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല. ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തങ്ങ് ഇറങ്ങി ചെയ്തു. എനിക്കൊന്നും ഈ ഓഡിയനും നമ്മൾ ഒരുമിച്ചാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർ വളരുമ്പോഴാണ് ഇതുപോലെ ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും എല്ലാം വളരുന്നത്. അപ്പോൾ നമ്മളും വേറൊരു പടത്തിന് പോകുമ്പോൾ നമ്മളും ഓഡിയൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സിനിമ കൾച്ചർ മാറുന്നതും അത് പണ്ടേ മലയാളികളുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ കുറെ കണ്ടുപിടിക്കും. അത് സിനിമയിൽ നമ്മുടെ ഓഡിയൻസിന്റെ ഭയങ്കര നമ്മളുടെ ഒരു പ്രത്യേക കഴിവാണ്, നമ്മുടെ ടേസ്റ്റും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിജു നമ്പ്യാർ പറയായിരുന്നു, മലയാള സിനിമ പോസ്റ്റ് കോവിഡിൽ എന്തൊക്കെ മാറ്റം വരുന്നു നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല, 70s മുതൽ ഇവിടെ മാജിക് സൃഷ്ടിക്കുന്ന മലയാളം. അതാണ് ഞാനും അത് പറയാറുണ്ട്. ഞാൻ കാരണം പണ്ട് ഇപ്പം എൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്ത തിരുസാർ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു എൻ്റെ DOP ആയിട്ട് വന്നത്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യം, അവർ പഠിക്കുന്ന സമയം തൊട്ട് മലയാളത്തിൽ ഏതാ ഇറങ്ങുന്നത്. കാരണം ഇവിടെ KG ജോർജ് സാറും പത്മനാഭൻ സാറും ഭരതൻ സാറും ഇവരൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഇവർ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സബ്ജക്റ്റുകൾ, എന്ത് മാത്രം വെറൈറ്റി സബ്ജക്റ്റുകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേയും കൂടെ വീട്ടിലിരുന്ന് സിനിമകൾ കണ്ട് വേൾഡ് സിനിമകൾ എക്സ്പ്ലോർ ചെയ്ത്, സീരീസുകൾ എക്സ്പ്ലോർ ചെയ്ത്, അതൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ എത്രമാത്രം ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും തിയേറ്ററിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു തവണ ഞാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനെപ്പോഴും ലാസ്റ്റ് മിനിറ്റാണ് കയറുക. ആ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തിയേറ്ററിനകത്ത് കയറും. അപ്പോൾ എൻ്റെ അടുത്തുള്ള സീറ്റ് ഫ്രീ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്ക സിനിമകളും തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ കയറി വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഇരുന്നിട്ട് വന്ന ഉടനെ എന്നോട് ചോദിക്കുന്നത്, മറ്റേ ഇയാൾ വന്നു, ഒരു ഹീറോ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല. അപ്പോൾ പുള്ളി സ്ക്രീനിൽ തന്നെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇല്ല. ആരെങ്കിലും തട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല. അപ്പോൾ എന്നെ കാണാനും വിടുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു 5-6 ചോദ്യം ചോദിച്ചു.
അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പുള്ളീനെ സ്ക്രീനിലേക്ക് ആ സിനിമ പുള്ളി ചെയ്തില്ല. അപ്പോൾ എന്നാൽ ആ സിനിമ ഹിറ്റുമായിരുന്നു, നല്ല അഭിപ്രായം കിട്ടി. പക്ഷേ അങ്ങനെ ഫോണിലേക്ക്, കാരണം ഇപ്പോഴത്തെ ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകും, അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടോന്നോ, വാട്സപ്പിലിട്ട് സ്റ്റാറ്റസിന് ആരെങ്കിലും റിപ്ലൈ, ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തിയേറ്റർ സിനിമ കാണുമ്പോൾ ക്രൂ ഷോ അല്ല, അല്ലാത്ത ഷോന് ഞങ്ങൾ പോയപ്പോഴൊക്കെ ഞങ്ങൾ നോക്കുന്നതാണ്. കാരണം മുമ്പിലിരിക്കുന്ന ആളുകളുടെ റിയാക്ഷൻസാണ്. ഇങ്ങനെ ഇടയിൽ തല വെക്കും, പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതായത് ഇവർക്ക് ഫോണിലേക്ക് ഇവരുടെ ശ്രദ്ധ പോയിട്ടേ ഇല്ല. ഇന്ന് എനിക്ക് വന്ന ഒരു പോസ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവൻ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: 1 മിനിറ്റ് നിങ്ങൾ ഫോണിൽ നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് കഥ കിട്ടില്ല, കണക്ഷൻ പോകും. അത് ഈ സിനിമയുടെ ഭയങ്കര രസകരമായിട്ടുള്ള അത് വർക്കായി എന്നുള്ളതാണ് എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഫാക്ട്. ഈ ലൂപ്പ് വർക്കാവണമെങ്കിൽ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ. കാരണം ഇതിന് ആളുകൾക്ക് ഈ പറഞ്ഞ ബിലീവബിൾ ഫാക്ടർ വർക്കായാൽ മാത്രമേ എത്ര ലൂപ്പ് ഇറങ്ങിയാലും അതിൽ കണക്ട് ആവുന്നുള്ളൂ. അത് ഭയങ്കര നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല എഴുത്തായിരുന്നു. ഈ ബാക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് ഉറപ്പിക്കാൻ പാകത്തിന് ഈ കുക്ക് ചെയ്യുന്ന പോലെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് കുറേ സമയം എടുത്തതാണോ, എന്തായിരുന്നു പ്രോസസ്സ്? ആക്ച്വലി അത് മറ്റേ ഒരു സൈഫൈ എലമെന്റിലോട്ട് പോകണ്ട, ഒരു ഫാന്റസി എന്ന് തന്നെ പറയാം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ത്യൻ ടൈം ട്രാവലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മിത്തോളജിയിലുണ്ട്, ഇതേപോലെ കാക്ബുഷിൻഡി എന്ന് പറഞ്ഞിട്ട്, കാക്കയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമായിട്ടെന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഒരേ സമയം പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പ്രസന്റിലോട്ടും മൾട്ടിവേഴ്സിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി പിടിച്ചത്. ബാക്കി പിന്നെ ഫിക്ഷൻ, അതങ്ങനെ ഭാവന വെച്ച് തന്നെ കൊണ്ടുവന്നൊരു പരിപാടിയാണ്. ഈ ബാക്ക് സ്റ്റോറി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റിവീൽ ചെയ്യുന്ന പോയിന്റുകൾ. അതെ, ഇതിനകത്ത് ഇപ്പം ജിത്തു ഷോർട്ട് ഫിലിം അയച്ചു തരുന്ന സമയത്ത് ഞാൻ ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ ഷോർട്ട് ഫിലിം ഓക്കെ, അത് നമുക്ക് ആ ഐഡിയ വർക്കാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതൊരു സിനിമയാക്കുമ്പോൾ അത് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നെറേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ കാക്ബുഷിൻഡി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിത്തു സ്റ്റോറി പറയുമ്പോഴൊന്നും പക്ഷേ ആ മിത്തുമായിട്ട് ഇതിന് കണക്ഷൻ എവിടെയും ഇല്ല, പക്ഷേ ആ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്നുള്ള പിന്നൊരു ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊരു വായനയും അതിൻ്റെ ഒരു റിസർച്ചും നടത്തിയപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം 11 തവണ രാമായണം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതെ ആ ക്യാരക്ടർ കാക്ബുഷിൻഡി. പക്ഷേ ഈ 11 തവണ കാണുമ്പോഴും ഈ കഥ മാറിക്കൊണ്ടിരിക്കും. അതായത് രാമായണത്തിൽ രാവണൻ്റെ നമ്മൾ കാണുന്ന രാവണൻ മാറും, ക്ലൈമാക്സ് മാറും. അപ്പോൾ അതൊരു ഉഗ്രൻ ഐഡിയ അല്ലേ? അത് ആ ഐഡിയ ആണ് ശരിക്കും ജിത്തു പിക്ക് ചെയ്തത്. പിന്നെ ആ ക്യാരക്ടറിനെ, കാരണം ഈ കാക്ബുഷിൻഡി ഒരു ചിരഞ്ജീവി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാക്കയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. അഷ്കറിൻ്റെ അടുത്തേക്ക് ചോദിക്കാനുള്ളത് രസമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പടം കഴിഞ്ഞിറങ്ങിയ ആസി വീഡിയോ എടുത്തിരുന്നത്, അത് ആസിയുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു, അഷ്കറിന് പ്രൗഡ് മൊമെൻ്റ് ആണ്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു മൊമെൻ്റ്. അത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലല്ലോ ആ പോയിന്റ്. അല്ല, ഞാനത് പിന്നീടാ കണ്ടേ, വീഡിയോ എടുക്കണം, ഞാൻ ആ വീഡിയോ കേട്ടിട്ടുള്ളൂ. അല്ല, അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു മൂവി തിയേറ്ററിൽ കാണാൻ വരുന്നത്. അതും ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. അന്ന് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് പുള്ളി വിളിച്ചിട്ടാണ് ഞാൻ പടം കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. അവിടെ തൊട്ട് എനിക്കൊരു കോൺഫിഡൻസ് കയറി, പുള്ളിക്ക് ഒരു വിശ്വാസമുണ്ട്. അല്ല, ഭയങ്കര പ്രൗഡായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയില്ല, ഞാൻ ലൈഫിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണേലും ഞാൻ എല്ലാ തവണയും ഫെയിലായിരുന്നു. അതിപ്പോൾ ഞാനും ഇക്കാരും അതെ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വീട്ടിൽ ഉമ്മാക്കും പാപ്പാക്കും സന്തോഷം ഇക്ക സിനിമ വന്നപ്പോഴാണ് കിട്ടി തുടങ്ങിയത് മക്കളെ കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു കപ്പടിച്ച് വീട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് ഡബിളാണ്. അതേപോലെ ഞങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു നിമിഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാപ്പ മറ്റേ ഇഫ്താറിന് സർപ്രൈസ് ആയിട്ട് ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചു വരുത്തേക്ക് ഞാൻ എൻ്റെ മകൻ്റെ വിജയം ആഹ്ലാദിക്കട്ടെ എന്നും പറഞ്ഞു. അല്ല, അതൊക്കെ ഭയങ്കര, ഞാൻ എപ്പോഴും പറയും ജിത്തു എനിക്ക് തന്നത് ഭയങ്കര സ്വപ്ന തുല്യമായ ദിവസങ്ങളാണ്. വിനീതേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എറഗൻസ്, അതായത് വിനീതേട്ടൻ ഭയങ്കര ഈ പറഞ്ഞ എന്താ പറയുക ഫാമിലി ഫ്രണ്ട്ലി, വളരെ ഫേവറേറ്റ് മനുഷ്യൻ, അവിടെ കംപ്ലീറ്റ് എറഗൻസ്. ഇയാൾ എന്താണ് ഇങ്ങനെയെന്ന് തോന്നുന്ന പോലെ മൊട, അവിടെ നിന്ന് ഇയാളുടെ ക്രൈസിസ് പോയിന്റ്, ഇയാളിൽ ഉണ്ടാകുന്ന മറ്റ് സിനിമയിലെ മറ്റ് എലമെൻറ്റ്സ്, ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പെർഫോമൻസിൽ രണ്ട് പേര് കോൺട്രാസ്റ്റിലാണല്ലോ. ഇത് നിങ്ങളുടെ കോംബോ സീക്വൻസുകളിൽ ഇതിലൊരിക്കലും ഒരു കോംപ്രമൈസ് വരാനും പാടില്ല പെർഫോമൻസിൽ. എന്താ ശരിക്കും ഈ ഒരു ക്യാരക്ടറും ഈ ക്യാരക്ടർ റജി ആക്ച്വലി ഫസ്റ്റ് നറേഷനിൽ തന്നെ ജിത്തുവിന് ഭയങ്കരമായിട്ട് ഒരു ക്ലാരിറ്റി റജി എന്താണെന്നുള്ളത് എനിക്ക് കിട്ടിയിരുന്നു.
അപ്പോൾ അത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എന്നെ പൊതുവേ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഒരു പാസ്റ്റുള്ള, അതായത് കൃത്യമായിട്ട് ക്യാരക്ടേഴ്സിനെല്ലാം, ഇപ്പോൾ ഞാനായാലും അസ്കറിൻ്റെ ക്യാരക്ടറായാലും ആനന്ദായാലും റെജി ആയാലും ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്കൊരു പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പാസ്റ്റ് ആദ്യം ഇല്ലല്ലോ, പിന്നെയാണല്ലോ ഇത് റിവീലായി വരുന്നത്. പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റ് ആകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റെജിയുടെ പാസ്റ്റിൽ ഒരു ട്രോമയുണ്ട്, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അവന് ഭയങ്കരമായിട്ടുണ്ട്. എന്നാൽ ആനന്ദിനാണെങ്കിൽ ഒരു ലോസ്, അവനൊരു വേറൊരു രീതിയിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ പാസ്റ്റ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ റെജി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എല്ലാവരുടെ അടുത്തും ഭയങ്കര ആരോഗ്യമാണ്. അവൻ്റെ നഷ്ടവും അവൻ അനുഭവിച്ചതും. കാരണം ഈ സിനിമയിൽ ഒരു പോയിന്റിൽ, ഒരു പ്രത്യേക പോയിന്റിൽ റെജീനെ നമുക്ക് മിസ്സാവുന്നുണ്ട്. ആ മിസ്സാവുന്നതിന് മുമ്പ് റെജിയുടെ തന്നെ വേറൊരു റെജി മിസ്സാവുന്നുണ്ട്. ഞാൻ കുറേ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ആ മിസ്സായതിൻ്റെ ഇമ്പാക്റ്റാണ് ശരിക്കും ഇയാൾ ഇത്രയും അരഗൻ്റ് ആവുന്നത്. അല്ലെങ്കിൽ ആനന്ദിനെ പോലെ ഒരാൾ പുതിയതായിട്ട് കണ്ട ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഇത്രയും അരഗൻ്റായിട്ട് പെരുമാറേണ്ട കാര്യമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അത് എനിക്ക് ജിത്തുവിൻ്റെ ഡീറ്റെയിലിങ്ങിൽ കിട്ടിയിരുന്നു. പിന്നെ നമ്മളുടെ ഒരു ഡിസ്കഷനിലാണ് നമുക്കത് എങ്ങനെ പിടിക്കണം. അപ്പോൾ ഞാനത് എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ പറയും ചേട്ടാ അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് പിടിക്കാം, കയറ്റി പിടിക്കാം, അങ്ങനെ തന്നെ പറയാം. കാരണം ഞാൻ ഇടയ്ക്ക് ഓക്കെ റെജിന നമുക്ക് ഇങ്ങനെ ഒന്ന്, അത് പക്ഷേ എപ്പോഴും എന്താണെന്ന് അറിയാം, നമ്മളൊരു സിനിമ തുടങ്ങിയിട്ട് നമ്മളൊരു ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ആ ഡയറക്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നമുക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ, ആ ഒരു ക്യാരക്ടറിൻ്റെ ടോൺ എന്താണെന്നുള്ളത് കിട്ടുക എന്നുള്ള. അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഇൻ്റലിജൻസ് പോലെ ഇരിക്കും അതെങ്ങനെ പിക്ക് ചെയ്യുന്നു. ആ രീതിയിൽ എനിക്കത് ഭയങ്കര ഈസി ആയിരുന്നു ജിത്തുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ. ഈ സക്സസ് എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ 3 പേര് 3 സമയത്ത് ഇൻഡസ്ട്രിയുടെ ഭാഗമായ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു സക്സസ് വേണ്ടി സംസാരിക്കുന്നു. 3 പേരുടെയും ഈ സക്സസിനെ കുറിച്ചുള്ള ഒരു ടേക്ക് എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ വിനീതേട്ടൻ തുടങ്ങിക്കോ. അല്ല, സക്സസ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത പല സിനിമകളുടെയും അന്നൊക്കെ നമുക്ക് ഈ 100 ദിവസം ലോങ് റൺ ആകുമ്പോൾ നമുക്കതിൻ്റെ ഷീൽഡ് കിട്ടും. അങ്ങനത്തെ കുറച്ച് ഷീൽഡ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മളിതിങ്ങനെ ഇപ്പോൾ ഭരതായാലും വടക്കൻ വീരായാലും ഇൻസ്പെക്ടർ ബൽറാം അങ്ങനെ കുറേ സിനിമകൾ, അപ്പോൾ ആ സമയത്ത് നമ്മളിത് വേറൊരു രീതിയിലാണ് നമ്മൾ അന്ന് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് ഇത്ര ദിവസം തിയേറ്ററിൽ ഓടുമ്പോൾ വരുന്ന പോസ്റ്റേഴ്സിലാണ് നമ്മൾ അറിയുന്നത് 100 ദിവസമായി 101. ഇപ്പോൾ ഈ 101-ാം ദിവസം എന്ന് പറയുന്നൊരു സെലിബ്രേഷൻ നമുക്കില്ലല്ലോ. കാരണം അത് വളരെ അപൂർവം, അതായത് ചില മൾട്ടിപ്ലക്സിൽ മാത്രം ഒരു ദിവസം. പക്ഷെ പണ്ടങ്ങനെയല്ല, പണ്ട് അതങ്ങനെ ശരിക്കും നമുക്ക് കാണാം. ഈ 101-ാമത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പടം തിയേറ്ററിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ദേവദൂതൻ്റെ റീ റിലീസാണ്. കാരണം അത് 24 വർഷങ്ങൾക്ക് ശേഷം ഒരു തവണ ഫ്ലോപ്പായ ഒരു പടം വീണ്ടും ഹിറ്റാവുക എന്ന് പറയുന്നൊരു സാധനം, അതെനിക്ക് ഞാൻ രാഗം തിയേറ്ററിൽ തൃശ്ശൂർ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീണ്ടും എന്തൊരു മഹാനുഭാവം സോങ് കണ്ട് തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്യുമ്പോഴാണ് ഞാനും സിബി സാറും സിയാദ്ക്കിയും കൂടെ അതിനകത്തേക്ക് ചെല്ലുന്നത്. ലിറ്ററലി കണ്ണ് നിറഞ്ഞു വരുന്നു. കാരണം നമ്മൾ ഒരു തവണ തോറ്റതാണ്. അവിടുന്ന് ആ സിനിമ തന്നെ നമ്മൾ ജയിപ്പിച്ചു എന്ന് പറയുന്നത് അത് വേറൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ടീം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിൽ നിന്നും ആ ഷോർട്ട് ഫിലിം കണ്ട ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നമുക്ക് ഇത് സിനിമയാക്കാം എന്ന് പറയുന്നു. അവിടുന്ന് ഇവർ ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു പെയിൻ ഉണ്ട്. ഇവരുടെ കൂടെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്കം തൊട്ട് നമ്മളിങ്ങനെ ഉണ്ട്. അപ്പം നമ്മുടെ ടീം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുക. ഇതിനകത്ത് ഇപ്പം ചോദിച്ചതുപോലെ പല കാലങ്ങളിൽ വന്നതിൻ്റെ ഒരു സീനിയോറിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഈഗോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് എൻ്റെ ഏറ്റവും കംഫർട്ട് സോണാണ് അതാണ്. എനിക്ക് എപ്പോഴാണോ നമ്മൾ ആ ഒരു ഈഗോ കട്ടായിട്ട് ഓപ്പൺ ആവുന്നത് ആ സ്പേസിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പം നമ്മൾ 3 പേരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, നമുക്ക് 3 പേർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് സിനിമയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സിനിമയാണ്, ഞങ്ങളെ കണക്ട് ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ പിന്നെ അവിടെ വേറെ എന്താ നമ്മൾ ഇതാക്കുക. അപ്പോൾ അത് സക്സസ് ആവും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വേറൊരു പ്രഷറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടീം സിനിമയിലേക്ക് വന്ന് അടിച്ചു എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അസ്കറിനെ എങ്ങനെയായിരുന്നു സക്സസിനെ കാണുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ലൈഫിൽ സക്സസ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇനി തുടർന്നും ഇതുപോലെ നല്ല നല്ല സിനിമകൾ നമ്മൾ കാര്യം നമ്മൾ പണിയെടുത്തതിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ പണിയെടുത്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ പറ്റും. എല്ലാവരും പറയും കുറേ ഭാഗ്യം വേണം, കുറേ ഇത്. എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഇവനും ജോലി കളഞ്ഞ് വീട്ടിലിരുന്ന് എല്ലാവരും നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്.
അത് ഒരു വിജയം കണ്ടപ്പോഴത്തേക്കും ഓക്കെ, ഇതെല്ലാവർക്കും നമുക്ക് കഴിവുണ്ട്, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സക്സസ് ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അത് അത് കിട്ടും, അത് എല്ലാവരുടെ ലൈഫിലും വരും ഒരു ദിവസം. ജിത്തു ഇല്ലേട്ടാ, ഭയങ്കര സന്തോഷമാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം പ്രൊമോഷൻ പ്ലാനും ഒക്കെ ഇങ്ങനെയായിരുന്നു. പ്രീ പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും ആൾക്കാരിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ഈവനിങ് തൊട്ടേ അങ്ങനെ അത്യാവശ്യം ഹൗസ്ഫുൾ ഷോസ് വന്നു. അത് ഭയങ്കരമായിട്ട് ഓക്കെ, അത് ഭയങ്കര ഹാപ്പിയാണ് അതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നാട്ടിൽ തിയേറ്ററിസ്റ്റിന് പോയായിരുന്നു. അപ്പം ഞാൻ കൂടുതലും ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോയ സിനിമ, അത് രസമുള്ള വീഡിയോ സംവിധായകന്റെ നാട്ടിൽ. ഞാൻ അവിടെ ആദ്യമായിട്ട് ഒരു റിലീസിങ് സെന്ററിൽ പോയി പടം കാണുന്ന ആ തിയേറ്ററിലാണ്. നരൻ സിനിമ അച്ഛൻ്റെ കൂടെ പോയി കാണുന്നു. അപ്പോൾ ആ തിയേറ്ററിൽ ഒരു ഹൗസ്ഫുൾ ഷോയിൽ നമ്മുടെ പടം കാണുന്നു, അവർ നമ്മൾ വരുമ്പോൾ കൈയിടിക്കുന്നു. അതൊക്കെ ഭയങ്കര ഒരു, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് ആയിരുന്നു അത്. അല്ല, ആ തിയേറ്ററിലെ മാനേജർ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇവരെ കണ്ടിട്ട് എന്നോട് വന്നിട്ട് ഒരു ഭാസ്കര, ഇത് ഇവര് രണ്ടുപേരും എല്ലാ ദിവസവും മറ്റേ ഫസ്റ്റ് ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യത്തെ ഷോയ്ക്ക് ഇവർ രണ്ടുപേരും കാണും. ഇവനും അസോസിയേറ്റ് മെൽവിനും. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ്. എല്ലാ പടത്തിനും ആദ്യം. അത് ഇവരൊരു സിനിമ ചെയ്ത് ഇത്രയും ആളെ, അതായത് ഈ ഒരു ഡ്രൈ സീസണിൽ ഇവന്മാര് തന്നെ ഞങ്ങൾക്കൊരു സിനിമ ചെയ്ത് തന്നതിൽ ഭയങ്കര ഏറ്റവും വലിയ കോമഡി. നമ്മള് സിനിമ റിലീസാവുന്നതിന്റെ തലേന്ന് വനിതാ വിനീത പോയപ്പോഴത്തേക്കും അവിടെ മറ്റേ തിയേറ്റർ അടച്ചിട്ടേക്കും, അവര് ട്രിപ്പ് പോയേക്കുക. അപ്പൊ അവരുടെ മനസ്സിലും നാളെ ഒന്ന് വന്ന് തിയേറ്റർ തുറന്നു കൊടുക്കുന്നു, മറ്റന്നാൾ ട്രിപ്പിന് പോവാ ഒരു മൂഡിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് തിയേറ്ററിലേക്ക് ആളെ കയറ്റി കൊടുക്കാൻ പറ്റി നമ്മള്. കാരണം അത്രയും ഈ പറഞ്ഞ എല്ലാവരും, ഞാൻ പല തിയേറ്ററിൽ പോകുമ്പോഴും അവരൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സീസൺ ഞങ്ങൾക്ക് ഭയങ്കര മോശം സീസണാണ്, പക്ഷെ ഇത് നിങ്ങൾ തന്നത് ഭയങ്കര, നമുക്ക് അവരൊരു സ്നേഹം ഭയങ്കര അടിപൊളിയായിരുന്നു. അല്ല, ഈ നാട്ടിൽ പോയി പപ്പേട്ടൻ എന്നാണ് തിയേറ്ററിന്റെ മാനേജറിന്റെ പേര്. പുള്ളി ഇപ്പോൾ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പക്ഷേ പേരെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ആഴ്ചയും പോകുമ്പോൾ നമ്മൾ സംസാരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഗേറ്റ് തുറക്കുമ്പോഴേ ഞാനും മെൽവിനും കൂടി ഒരു വണ്ടി എടുത്തിട്ട് ചെയ്യും. അപ്പോൾ ഷോ അടക്കാനുള്ള ആൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കണം, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? അപ്പോൾ സിനിമ പരിപാടിയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, പണിയൊന്നുമില്ല ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിലീസിൻ്റെ 2 ദിവസം മുമ്പ് ഇതേപോലെ തിയേറ്റർ ചാർട്ട് ചെയ്യുന്ന സമയത്ത് കോൾ വന്നു. ഹലോ, ഞാൻ നൈസ് തിയേറ്ററിൽ നിന്നാണ്, പത്മകുമാർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ പരിചയമുണ്ടോ? നമ്മൾ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നാട്ടുകാരനാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ആണല്ലേ, അപ്പോൾ നാളെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോഴാണ്, എടാ നീ ആ ഒരു സ്കീം ഇതായിരുന്നു. അത് ഭയങ്കര, അവിടെ ഒരു സാധനം നമുക്ക് നാട്ടിൽ നിന്ന് ഒരു സംഭവം കിട്ടുന്നത് ഭയങ്കര ഒരു പരിപാടിയായിരുന്നു. ഈ സിനിമയുടെ ഒരു എക്സ്പെരിമെന്റൽ സ്വഭാവം കൂടി ഉണ്ടല്ലോ. അതിൽ ഈ പറഞ്ഞ ഉറപ്പായിട്ടും ഓഡിയൻസ് പെർസ്പെക്റ്റീവ് എഴുത്തിലും മേക്കിങ്ങിലും ഒക്കെ കൊണ്ടുവരുമ്പോഴും ഈ എക്സ്പെരിമെൻ്റലി നിൽക്കുന്ന സിനിമ കമേഴ്ഷ്യൽ സക്സസ് ആവണം. അതിൽ ഈ എന്താണ് ഒരു ബിസിനസ് വാല്യൂസ് ഉണ്ട്, കമേഴ്ഷ്യൽ വാല്യൂസ് ഉണ്ട്. അപ്പറേ ആളുകൾ തിയേറ്ററിലേക്ക് വരണം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഴുത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ എഴുത്തിന് ലിമിറ്റേഷൻ ഇല്ല, പക്ഷെ ഇത് തിയേറ്ററിക്കൽ ഡിസൈനിലോട്ട് ഒതുക്കുമ്പോൾ തിയേറ്ററിൽ കയ്യടി വേണ്ട മൊമെന്റുകൾ സൃഷ്ടിക്കുക, കോമൺ മാനെ കൺവിൻസിങ് ആക്കുക. എഴുത്തിൽ ഈ ഫാക്ടേഴ്സ് എങ്ങനെയായിരുന്നു? ഇല്ല, ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല. ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് സീരീസുകൾ, ഇപ്പോൾ ഡാർക്ക്, ലോസ്റ്റ് ഒക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു സീരീസിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയൻസിലോട്ട് അവർക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ള സാധനമാണ് മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ജിത്തു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അതായിരുന്നു, ഇത് ഇതിൻ്റെ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വർക്കാവും ചേട്ടാ. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ആ ഓഡിയൻസ് വളരെ കുറച്ചല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇപ്പോൾ ഡാർക്കോ അല്ലെങ്കിൽ ലോസ്റ്റ് പോലുള്ള സീരീസുകൾ കാണുന്ന ആളുകൾ അങ്ങനെ നമ്മളുടെ ഒരു കമേഴ്ഷ്യൽ സ്പേസിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓഡിയൻസിന് മാത്രമല്ല ഇത് വർക്കായത്. വൺസ് ഹുവർ തിയേറ്ററിൽ ആര് വരുന്നോ അവരിതിൽ ആ ലൂപ്പിൽ പെടുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ, അതായത് ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിലായിക്കോട്ടെ, അതിൻ്റെ വിഷ്വൽസിലായിക്കോട്ടെ, എല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് ആ ലൂപ്പിലേക്ക് തിയേറ്ററിൽ എത്തിയ ഉറപ്പാണ്. അതിനൊരിക്കലും അവർ ഈ സീരീസുകളോ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അതെനിക്കൊരു സർപ്രൈസിങ് ഫാക്ടറായിരുന്നു. കാരണം ഞാൻ ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് സിനിമ, നമ്മളുടെ ഒരു അനുഭവത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ, നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സ്വഭാവത്തിലുള്ളൊരു സിനിമ ചെയ്യുന്നു, അപ്പോൾ അത് ഇത്രയും റീച്ച് ആവുമോ എന്നുള്ള പല സംശയങ്ങളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ, അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുമ്പോഴും പറയായിരുന്നു, അതിൻ്റെ ഒരു പ്രോപ്പർ ഓഡിയൻസിലേക്ക് എത്തിയാൽ ഇത് വർക്കാവും. പക്ഷേ ആ ഓഡിയൻസ് എത്ര എന്നുള്ളത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഈ ഡാർക്ക് ലോസ്റ്റ് പറഞ്ഞപ്പോൾ ഇതിനെ പറ്റി, സിനിമ പറ്റി ആദ്യം പോസിറ്റീവ് ഞാൻ കേട്ടത് ഫ്രം സീരീസിൻ്റെ ഗ്രൂപ്പ് എന്നായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഇത് കേട്ട് വന്നത്. ഇതിന് ഈ ഒരു ജോൺറയിൽ വരുന്ന പ്രത്യേകിച്ച് നേച്ചർ പാർട്ടായിട്ടുള്ള
എല്ലാ തരം സീരീസും കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര പേഴ്സണലായെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാ നമ്മളൊരു കളക്റ്റീവ്ലി ടൈം ലൂപ്പുകളെ പറ്റി, ടൈം ട്രാവൽ സിനിമകളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. ടൈം ക്രൈംസും ഈവൻ റൺ ലോല റൺ വരെ എല്ലാ എക്സ്ട്രീമും സംസാരിക്കുന്ന ആളുണ്ട്. അവർക്കെല്ലാം ഭയങ്കര വർക്കായി എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ന്യൂസ് വന്നു തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ കളക്റ്റീവിലെല്ലാം ഇത് ഭയങ്കരമായിട്ട്. ലോല റണ്ണൊക്കെ ആലോചിച്ചു എത്ര വർഷം മുമ്പ് അവര് അങ്ങനെ ഒരു പരിപാടി പിടിച്ചിട്ട്. ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലൂപ്പ് മാത്രമല്ല, അതിനകത്ത് ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾ, നമുക്ക് ഈ പലപ്പോഴും പേഴ്സണൽ ചോദ്യങ്ങൾ വരും നമ്മുടെ ഇൻസ്റ്റയിൽ. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റാൾ എങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ ഇത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കാണുന്ന ആളുകൾക്ക് അതൊരു ഇത് പോകണം. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ചിലതൊക്കെ ഞാൻ ഉത്തരം കൊടുക്കും. ബാക്കിയുള്ളത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് സെക്കൻഡ് പാർട്ടിലാണ്. ഇപ്പം ജിത്തുവിൻ്റെ അടുത്തായാലും അസ്കറിൻ്റെ അടുത്തായാലും ഞങ്ങളുടെ അടുത്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഏറ്റവും രസമുള്ള കാര്യം എന്താ പറയുക, ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ നമ്മളിങ്ങനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരാൾ നേരെ ജിത്തുവിനെ പിടിച്ചിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, കൊണ്ടുപോകും. സെക്കൻഡ് പാർട്ടിനെ അല്ല, സംശയം. ഇതിനകത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ആരൊക്കെ മരിച്ചു ഒന്ന് പറഞ്ഞതാ. അത് ഭയങ്കര രസമായിരുന്നു അത്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഞാൻ പറയാം, ഇതിനകത്ത് ഒരു സംശയത്തിൻ്റെ ഇട വേണ്ട, എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്. ഐ മീൻ എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താണ് ഇനി സെക്കൻഡ് പാർട്ടിൽ വരാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ജിത്തുവിന് കൃത്യമുള്ള ക്ലാരിറ്റി ഉണ്ട്. ചോദിക്കേണ്ടത് ഈ പടത്തിന്റെ എഴുത്ത്, മേക്കിംഗ്, പെർഫോമൻസ് ഒക്കെ പോലെ തന്നെ ഏറ്റവും ഗംഭീര മൂവായി തോന്നിയത് എനിക്ക് പടത്തിന്റെ ടൈറ്റിലായിരുന്നു, സംഭവം എന്നുള്ളത്. അതായത് ഈ പടം അടിച്ചാൽ ബമ്പർ ടൈറ്റിലാണ് ഈ ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. അതും മൾട്ടിപ്പിൾ ആലോചനകൾ വന്നിട്ടുണ്ടാവല്ലോ, സംഭവം എന്നുള്ള ടൈറ്റിൽ ഇത് തന്നെയാണ് ആക്ച്വലി. അതായത് സംഭവം ഇറുക്ക് അടിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവം ഗംഭീരം, അതേപോലെ ഒരു ക്യാപ്ഷൻ വരാൻ സാധ്യതയുള്ളൊരു ടൈറ്റിലാണ്. അങ്ങനത്തെ ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഇതിലോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു പാസ്റ്റർ സ്റ്റോറി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് സംഭവം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തു. ആ ഷോർട്ട് ഫിലിം നടന്നില്ല. വീണ്ടും ഞാൻ സംഭവം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തു. കഥ വേറെയാണ്, അത് നടന്നില്ല. മൂന്നാമത്തെ സംഭവമാണ് ഷോർട്ട് ഫിലിം നടന്നത്. അപ്പോൾ ആ ടൈറ്റിൽ തന്നെ വെച്ചിട്ട് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെയാണ് സംഭവം. ഒരു സംഭവമായി. എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കാട് ഇതിൻ്റെ, അതായത് ഒരു ക്യാരക്ടറാണല്ലോ കാട്, അതിനകത്തെ കോവില് വോട്ടെവർ. കാടിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ വഴിതെറ്റൽ, നമുക്ക് ഒറ്റ വിഷ്വലാണ് ഈ കാട് നിൽക്കുന്നത്. മരങ്ങൾ, പച്ചപ്പ്, ആ വിഷ്വലിനാണ് ഇപ്പോഴും കാട് രജിസ്റ്റർ ആയിരിക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ വെച്ച് ഒരു പെർട്ടിക്കുലർ ഏരിയ വെച്ച് എൻ്റയർ സിനിമ ബിൽഡ് ചെയ്യണം. സീൻ എഴുതുമ്പോൾ ആവട്ടെ, ഈ പറഞ്ഞ ബ്ലോക്ക് ചെയ്യുമ്പോഴാവട്ടെ, എല്ലാ തരത്തിലും ഈ കാടിനുള്ളിൽ വേണ്ടത് എല്ലാം ചെയ്യാനായിട്ട്. അതിലൊരു ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ എന്തും ചെയ്യാം. ലിമിറ്റേഷൻ ഉണ്ട്, ഇതേ ഉള്ളൂ കാണിക്കാനായിട്ട്. അത് വലിയ ചലഞ്ചായി തോന്നിയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്നത് എഴുത്ത്, എക്സിക്യൂഷൻ, എല്ലാ പാർട്ടിലും. അല്ല, ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം അറിയാം, ഇപ്പം സ്പോയിലറാണ്. ഇപ്പം നമുക്കൊരു ഇത് ചേഞ്ച് ആവുന്നതിൻ്റെ സാധനം ചേഞ്ചസ് കാർഡായതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. നേരെ മേടിച്ചൊരു ടൗണോ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ആ ചേഞ്ചസ് നമ്മൾ പ്രോപ്പറായിട്ട് കാണിക്കണം. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു ഗുണം. അതായിരുന്നു. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പാമ്പ്, പഴുതാര തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതൊക്കെ നമ്മുടെ ഷൂട്ടിൻ്റെ പാർട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പോലത്തെ പാമ്പല്ല, ഇവന്മാരിങ്ങനെ ഇരിക്കും. നമ്മൾ പോകുമ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണ നാട്ടിൽ നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത സ്ഥലത്തിൽ ചെറിയൊരു കാട് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടെ പാമ്പ് നമ്മൾ വരുമ്പോഴേ ഓടിപ്പോവും, ഇതവിടെ ഇരിക്കും. അപ്പോൾ അവരുടെ ഏരിയ, പിന്നെ അവർക്ക് നല്ല പോയ്സൺ ഉള്ളതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ആ രീതിയിലാണ്. സത്യമായിട്ട് നമ്മളിങ്ങനെ കാണാം, അനങ്ങാതെ അങ്ങ് നിൽക്കും. മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിപ്പുണ്ടാവും. അത് ഭയങ്കര. അപ്പൊ ഞാനും കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കും, ഇതെന്താ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ മഴ ഇതേപോലെ നമ്മൾ പറഞ്ഞില്ല, നമ്മളവിടെ ചെന്ന് ഇപ്പൊ പാലക്കാട് സാധാരണ നമ്മളിവിടുന്ന് പോകുന്നത്, എക്സ്പെക്ടേഷൻ പോകുന്നത് പാലക്കാട് ഡ്രൈ ചൂടാണ്. അവിടെ ചെന്ന് കാലുകുത്തി അന്നോട്ട് മഴയാണ്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ടൈം ഉണ്ടല്ലോ, രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആവും ലൈറ്റ് വരുമ്പോൾ. ഒരു 5:30 ആകുമ്പോൾ ലൈറ്റ് പോവും. 6 മണി വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി തൊട്ട് മഴയാണ്. അപ്പോൾ നമുക്ക് ഒരു 21 ദിവസമാണ് ധോണി ഫോറസ്റ്റിൽ നമ്മൾ പെർമിഷൻ എടുത്തേക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഷൂട്ട് തീർക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ആട് ചെയ്തോ സിനിമ ആ സമയത്ത് പ്ലാൻ ചെയ്തിരുന്നു, അത് കയറും. അപ്പോൾ നമുക്ക് അഡീഷണൽ ഡേയ്സ് കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഷൂട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ടീം പക്കയായിട്ട് കൂടെ ഇരുന്നു. ഇപ്പോൾ ചീഫ് ഓഫ് സൊസൈറ്റി മെൽബിൻ അനൂപ്, അവർ പിന്നെ ആണെങ്കിലും DOP നവീനാണെങ്കിലും ആർട്ടിസ്റ്റിലാണെങ്കിലും എല്ലാവരും കട്ടക്ക് നിന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് വിളിച്ചാൽ നമുക്ക് 1 മണിക്കൂറോടെ പോകും. അതില്ല, ലഞ്ച് ബ്രേക്ക് ഇല്ല. ആ സമയത്ത് ചപ്പാത്തിയൊക്കെ ചുരുട്ട് റോളാക്കി തരും. അപ്പോൾ ഇതൊക്കെ അടിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ പോയത്. ഇവരുടെ ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിത്തു ഷോർട്ട് ഫിലിം ചെയ്ത ആ സമയത്തുള്ള ടീം. അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക്
ഇവരെ ആരും സാറിന് വിളിക്കാൻ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാറിനാണ് ഗോഡ്വിൻ മ്യൂസിക് ഡയറക്ടർ ഗോഡ്വിൻ സർ ഭയങ്കര രസമുള്ള. എന്നാൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന അതായത് ഇത്രയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗോഡ്വിൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ല മോണിറ്റർ സ്പീക്കേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള സ്പീക്കേഴ്സിലാണ്. അപ്പോൾ ഇത് എന്നോട് പറയാൻ കാരണം വിഷ്ണു സൗണ്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് സ്കോർ എവിടെയൊക്കെയാണ് എന്നുള്ളതെന്ന് കേൾക്കാം, നിൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോഴാണ് ഗോഡ്വിന് പറയേണ്ടി വന്നത്, ചേട്ടാ എൻ്റെ അവിടെ വരണ്ട, ഞാൻ 9,000 രൂപയുടെ ഒരു ഹെഡ്സെറ്റിലാണ് ഇത്. അത് വിഷ്ണുവിന് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം വിഷ്ണു ഇതുവരെ ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം ഇത് നമുക്ക് അറിയണ്ടേ തിയേറ്ററിൽ ഇത് ആ ഒരു ജഡ്ജ്മെന്റ് അത് എടുത്തു പറയണം. അതുകൊണ്ടാണ് ഞാൻ ഗോഡ്വിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. അങ്ങനെ ഇനി ഇവരുടെ എഡിറ്റിംഗ് ഇതായി നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും വേറെ ജോലി ചെയ്യുന്ന ആളുകളല്ല, ഇവർക്ക് ആകെ ഉള്ളത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു 1.5 വർഷം ഇവർ അത്രയും പെയിൻ എടുത്തിട്ടുണ്ട് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി. ആ പെയിനാണ് ശരിക്കും ഇപ്പം ഇവർക്ക് റിസൾട്ടായിട്ട് കിട്ടുമ്പോൾ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കും. അല്ല, പ്രോസ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മുടെ വേണ്ട വീട് വൈക്കം ചെമ്പിലാണ്. അപ്പോൾ വീടിനടുത്ത് തന്നെ ഒരു ചെറിയൊരു വീട് എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക, ഒരു റൂമിൽ ഇതേപോലെ എഡിറ്റിങ്, അപ്പുറത്തെ മ്യൂസിക്, ഇങ്ങനെയായിരുന്നു പരിപാടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂറൽ ഏരിയയാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കറണ്ട് പോകും. അപ്പോൾ ഈ കറണ്ട് ചില സമയത്ത് ഇതേപോലെ ഫാൻ വർക്കൗട്ട് ആവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫാൻ മാറ്റിയിട്ട് ഫാനിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഫാൻ ഓഫ് ആക്കിയിട്ട് ഷട്ടൊക്കെ പോയിട്ടാണ് വരുന്നിട്ട് ആദ്യം ഈ ഫാൻ ഭയങ്കര സ്പീഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഫാൻ ഒരു ദിവസം വർക്ക് ആവാതെ, അപ്പൊ എന്നാ ഫാൻ മാറ്റി വന്നപ്പോ ഭയങ്കര സൗണ്ട്. അപ്പൊ ഇത് ഈ ഹെഡ്സെറ്റ് വെച്ച് ചെയ്യണ്ടേ, അങ്ങനത്തെ ഭയങ്കര രസമുള്ള പ്രോസസ് ഇവരുടെ അവിടെ പോയി കഴിഞ്ഞാൽ. ഇവന്മാര് മ്യൂസിക് ചെയ്യുന്ന ഗോഡ്വിനും 2 അസിസ്റ്റൻസ് പിള്ളേരുണ്ട്, ആഷിഖ് അർഷാദ്. അപ്പോൾ ഇവന്മാര് 3 പേര് ഷട്ടില്ല, ഷട്ടറാണ്ട് മറ്റേ ഷട്ട് ഉരുട്ട് വീശിക്കൊണ്ടിരിക്കുക ഇവര് ചെയ്യേണ്ടിരിക്കുന്ന സമയത്ത്. ഭയങ്കര എനിക്കൊന്നും മറ്റേ ഈ പോസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷന് സ്ഥലം വേണം. അപ്പോൾ അവിടെ AC വന്നു കഴിഞ്ഞാൽ പൈസ പോകും. അപ്പോൾ നമുക്ക് ആകെ പറ്റുന്നത് ചെറിയ ഒരു സ്പേസ് എടുത്തിട്ട് എനിക്ക് തന്നെ ഞാൻ എങ്ങനെ കിടന്ന് ഉറക്കുന്നുണ്ടാ ഇവിടെ. കാര്യം അവിടെ നിന്നാണ് അവര് ആ ഒരു അടിപൊളി പരിപാടിയാണ് അവിടെ നിന്ന് അടിച്ചു പോയി. ഇപ്പൊ പൊളിക്കാലോ. ഈ പടത്തിന്റെ ഒരു മൂഡും ലാൻഡ്സ്കേപ്പായിട്ടുള്ള കണക്ഷനിൽ ഞാൻ വിനീതേട്ടന് മുന്നേ ഈ മൂഡിൽ അല്ലെങ്കിൽ സിമിലർ മൂഡിൽ എവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടിട്ട് അപരിചിതനായിരുന്നു. ഏതാണ്ട് ഈ പറഞ്ഞൊരു സ്പേസ് അപരിചിതനും ഞാൻ റൈഫിൾ ക്ലബ്ബും ഞങ്ങൾ കാട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹൈദരാബാദ് വരെ പോയി. അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഷാജഹാനാണ് ഞാൻ റെജിക്ക് മുമ്പ് ചെയ്തത്. അപ്പോൾ അതും കാടായിരുന്നു. പക്ഷെ രണ്ട് സ്വഭാവമുള്ള. അപരിചിതനാണെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപരിചിതൻ ഞാൻ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്ന് ഇതൊരു എക്സ്പെരിമെന്റൽ ആയിരുന്നു. അപരിചിതന്റെ ഈ റിവീലിംഗ് ആവട്ടെ എല്ലാ തരത്തിലും ഷൂട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഷൂട്ടായിരുന്നു. കാരണം സന്തോഷായിരുന്നു ഒരു വഴിക്ക്, ജീവസാർ ഉണ്ടായിരുന്നു, മമ്മൂക്ക, അങ്ങനെ ഞങ്ങൾ അത് നെല്ലിയാമ്പതിയാണ് ഷൂട്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാട് ഭയങ്കര രസമാണ്. ഇവൻ എന്നെ കളിയാക്കും. ഞാൻ ഫീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് ഞാൻ കാട് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ട്രാവൽ, ഞാൻ എപ്പോഴും വർഷത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എത്രയോ വർഷം തുടർച്ചയായിട്ട് ഞാൻ കാട്ടിൽ ഒരു 15 കിലോമീറ്ററൊക്കെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കാടിനോട് നമുക്കൊരു ഭയങ്കരമായിട്ട് വേറൊരു തരത്തിൽ, അതൊരു ഇവിടെ പറയണ്ടല്ല, അത് വേറൊരു എനിക്ക് ഈ പ്രകൃതി ഭംഗിയൊന്നും ജീവിതത്തിൽ ആസ്വദിക്കാൻ വലിയ കഴിവൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഏരിയ വേറെ ഫ്രണ്ട്സായിട്ട് പോകുന്നു, നമ്മൾ ചില്ല് ചെയ്യുന്നു. അല്ല പ്രകൃതി ഭംഗി എനിക്ക് പണ്ടേ ആസ്വദിക്കല്ലേ. വിനീതേട്ടൻ കാണിലിറങ്ങി രാവിലെ അല്ല, പക്ഷെ നമ്മൾ 21 ദിവസം ധോണി ഫോറസ്റ്റ് ഷൂട്ട് ചെയ്ത് അന്നത്തെ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു വീട്ടിൽ അസ്കർക്കയുടെ വീടിന്റെ ആ സാധനം ഷൂട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വൈബാണ്. എന്ന് വെച്ചാൽ ക്യാരവാനൊന്നും ഇല്ല, ക്യാരവാൻ്റെ സൈഡിൽ ഇരിക്കും, ഇവരെല്ലാം അവിടെ നിന്ന് നിൽക്കും, മൊത്തം വർത്താനം വരല് വൈബ്, ആ ഒരു സാധനമാണ്. പക്ഷെ അന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ മൊത്തം ഷൂക്കും എന്തോ മരിച്ച വീട്ടിൽ ഇരിക്കുന്ന നമ്മള് രാവിലെ തുടങ്ങി വൈകുന്നേരം ലൈറ്റ് പോകുന്നവർ ഈ കാട്ടിൽ തന്നെയാണല്ലോ. ഇത് കഴിഞ്ഞ് പുറത്ത് ഷൂട്ട് ഒരു വീടിന്റെ ഇതിൽ വന്നപ്പോ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പിള്ളേർക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണല്ലോ. ഞാൻ അവിടെ കിട്ടുന്ന സമയം മുഴുവൻ പുറത്താണ്. നമ്മൾ കാരവാനിൽ ഇരിക്കാറേ ഇല്ല. കാരണം അത്രയും നല്ല ഓക്സിജൻ, അത്രയും രസമുള്ള നല്ല രസമാണ്. നമ്മൾ ഈ ചൂട്, പാലക്കാട് ചൂടാണെങ്കിൽ നമ്മൾ ഈ കാട്ടിനകത്ത് ഭയങ്കര തണുപ്പാണ്, ഭയങ്കര രസമുള്ള. ഇടയ്ക്ക് മറ്റേ കാറ്റ് വരും, അതാണ് ഏറ്റവും ഈ മരം. ഇത്
എവിടെയും കയറി മാറിയിക്കാൻ പറ്റില്ലല്ലോ. ഏത് മരത്തിലാ ഒടിഞ്ഞ് വീഴുന്നതെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കി എപ്പോഴൊന്നും വരും. കാറ്റിന്റെ ഈ മഴ ആയപ്പോഴും നമ്മളിപ്പോ ധോണിയുടെ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു ഈ ഏരൊക്കെ വന്ന് താഴേക്ക് വീഴുമല്ലോ. നമ്മൾ ഈ വിഗ്രഹിക്കുന്ന കയറുന്നത് ഈ ധോണി ഫോറസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ആനേനെ ഫോറസ്റ്റ് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ കയറുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ ആന അറിയോ എന്തോ പിന്നെ മറ്റേ PT സർ ഇവരൊരു നമ്പർ PT7 14. ആദ്യത്തെ ആള് പറഞ്ഞത് 14 വരെ തട്ടിയവൻ. പിന്നെ ഓരോരുത്തർ ഓരോ കഥകള്. ഓരോ ഡ്രൈവേഴ്സ് പറയുമ്പോൾ ഈ തട്ടിയ ആളുകളുടെ എണ്ണം കൂടുക. അപ്പൊ ഇവനെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നാണോ അല്ല ഈ കാട്ടിൽ നിന്ന് തന്നെ പിടിച്ചതാ. ഞങ്ങള് വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴെങ്കിലും വരുമായിരിക്കും ഒരാള്. കിട്ടില്ലല്ലോ. അല്ല ഇതിനകത്തോട്ട് ഇല്ല ഞങ്ങള് ആനകളെ കണ്ടിരുന്നു, അല്ലാതെ നമ്മളെ അങ്ങനെ Encounter ഇല്ല. ഇല്ല അങ്ങനെ പ്രശ്നമില്ല. കാരണം ഞങ്ങള് ഒരു തവണ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉൾക്കാട്ടിലേക്കൊക്കെ പോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ പേടിച്ചിരുന്നു. പക്ഷെ അങ്ങനെ അതുകൊണ്ടാണ് അവൻ ആദ്യമേ പ്രപഞ്ചത്തിന് നന്ദി എന്ന് കാരണം ഞങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കിടന്നിരുന്ന പാമ്പായാലും അല്ലെങ്കിൽ മറ്റു ജീവികളായാലും ഇവൻ മഴ പോലും ഞങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടേ ഉള്ളൂ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ജിത്തു താങ്ക്സ്, പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞു. അല്ല ലാസ്റ്റത്തെ 2 ദിവസം ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ആ 2 ദിവസം അത്യാവശ്യം ചാർട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളുണ്ട്. ആ അതുവരെ തലേ ദിവസം വരെ അന്ന് റെഡ് അലർട്ട് കാണിച്ചാണ്. ആ 2 ദിവസം മഴ പെയ്തില്ല. പിന്നെ നമ്മൾ ഈ വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു പോർഷനിലോട്ട് പോണത് ഒരു ചെറിയൊരു തോടുണ്ട്, ഒരു ചാലുണ്ട്. ആ ചാല് നടന്നാ പോകുന്നത്. അപ്പൊ ആദ്യ ദിവസമൊക്കെ മഴയില്ല. പിന്നെ വന്നപ്പോ അവസാനം ഇതിലെ കൂടി പോകാൻ വേണ്ടിട്ട് പാലൊക്കെ ഇട്ടാണ് പോകേണ്ട അവസ്ഥയില്ല. പിന്നെ ആ വിഗ്രഹവും കാട്ടില് അത് ഫൈബറിൽ ഇവര് പുറത്തുനിന്ന് ചെയ്തു കൊണ്ടുവന്നു. മഴയുടെ അല്ല ആന അറ്റാക്ക് ചെയ്യും. അതൊരു വേറൊരു ജീവിയാണ്. അത് ഞങ്ങളുടെ ടെൻഷനായിരുന്നു. കാരണം അത് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇത്രയും സംസാരിച്ചു. ഇതിനൊരു വൈൻഡ് അപ്പ് പാർട്ട് എന്ന രീതിയിലേക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ സിനിമ സംസാരിക്കുന്നവരാണ്, സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ പറഞ്ഞ പോലെ മറ്റൊരു ജോൺറെ സിനിമ ഇൻഡസ്ട്രിയുടെ പാർട്ടായി കൊണ്ടുവന്നവരാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോൺറെ 3 പേരുടെയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സിനിമയോ സീരീസോ എന്തായിരിക്കും? ഇത്ര നേരം ആദ്യം പറഞ്ഞിട്ട് ഇല്ല, ബേസിക്കലി എനിക്ക് എൻ്റെ ഡ്രാമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മോറൽ കോൺഫ്ലിക്റ്റുകളുള്ള അത്തരം സിനിമകളാണ് ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യാറുള്ളത് കാണാൻ കൂടുതൽ. എന്ന് കരുതിയിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ജോണർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്നില്ല. ഞാൻ ത്രില്ലേഴ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ പ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ സിനിമകളുടെ ഒരു എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം പണ്ട് എനിക്ക് വീട്ടിൽ വീട്ടിലല്ല, അച്ഛന് ലൈബ്രറി ഉണ്ടായിരുന്നു, സിനിമ വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് VHS നമുക്ക് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പല കൺട്രീസിലുള്ള പല മേക്കേഴ്സിൻ്റെ സിനിമകൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇറാൻ സിനിമകളായാൽ ഇപ്പോൾ മജീദിൽ തുടങ്ങി മക്മൽ ബഫിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് അസ്കർ ഫർഹാദിയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള മേക്കേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പുറത്ത് കിം കിഡൂക്ക് ഉണ്ട്, കൊറിയൻ സിനിമകളിൽ, അങ്ങനെ ആ ലൈനിൽ. അപ്പോൾ ഇത്തരം വേൾഡ് സിനിമകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള പോസിബിലിറ്റി എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എന്താണെന്ന് പറയുക, അങ്ങനെ ഒരു സ്പെസിഫിക് ജോണർ ഞാൻ പിടിച്ചിട്ടില്ല. എനിക്ക് എല്ലാ തരത്തിലുള്ള ജോണേഴ്സും ഇഷ്ടമാണ്. പക്ഷേ ഈ ജോണർ ഞാൻ ഇപ്പോൾ സംഭവം ചെയ്തിരിക്കുന്ന ഈ ജോണർ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതെന്നെ അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല സംഭവം ചെയ്യുന്നത് വരെയും. കാരണം എനിക്ക് അങ്ങനെ കണക്റ്റ് കിട്ടാറില്ല അത്തരം സിനിമകളുമായിട്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡാർക്ക് എന്ന് പറയുന്ന സീരീസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, മുമ്പും. പക്ഷേ ഞങ്ങളുടെ ഡിസ്കഷൻസിലൊക്കെ പല ആളുകൾ പറയുമ്പോഴും വരാറുണ്ട്, ഡാർക്ക് വരാറുണ്ട്. എനിക്ക് എൻ്റെ സീരീസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബ്രേക്കിംഗ് ബാഡ് തന്നെയാണ് എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലാസിക് എന്ന് പറയാവുന്നത് അതാണ്. ആദ്യം സംസാരിച്ചാൽ മതിയായിരുന്നു. അല്ലേ, എനിക്ക് പറഞ്ഞ പോലെ ഞാൻ എല്ലാ ജോണറും കാണും. എന്നെ എൻ്റർടൈൻ ചെയ്യിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. അത് ഇപ്പോൾ ഫാമിലി മൂവീസ് ആണെങ്കിലും ത്രില്ലേഴ്സ് ആണെങ്കിലും എല്ലാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഞാൻ കരയുന്ന സീൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയും. ചിരിക്കേണ്ടതാണെങ്കിൽ ഞാൻ ഉറക്കെ ചിരിക്കും. എനിക്ക് അങ്ങനെ ആസ്വദിച്ച് സിനിമ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകളും കാണും. എനിക്ക് എല്ലാ ജോണറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഇതെല്ലാം ഇത് പറഞ്ഞ പോലെ ഓരോ കഥകളാണല്ലോ, ഇഷ്ട ജോണർ എന്നല്ല, ഓരോത്തിനും ഓരോ കഥകളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സജസ്റ്റ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എല്ലാം കാണും. എനിക്ക് എല്ലാ ജോണറും ഓരോ ആളുകളുടെയും ഇഷ്ടമാണ്. അത്
എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുവങ്കളും അല്ല, എത്ര പിള്ളേർ മനുവങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വീട്ടിലിരുന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോഴത്തേക്ക് ഇരുന്ന് കാണുന്ന സിനിമകളുണ്ടല്ലോ. അല്ല, ക്ലാസിക് സിനിമകൾ, അതായത് നമുക്കിപ്പോൾ ഈ വീണ്ടും ഈ റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേ, ഇനിയിപ്പോൾ കിരീടം വരുന്നുണ്ട്, ഭാരതം വരുന്നുണ്ട്. കിരീടമൊക്കെ എൻ്റെ എല്ലാ കാലത്തും ഏറ്റവും ഫേവറേറ്റ് ആണ്. ഏറ്റവും ഫേവറേറ്റ് സ്ക്രിപ്റ്റ്, ഭയങ്കര രസമുള്ള പെർഫോമൻസ്. കാരണം എനിക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് കിരീടമുള്ള അതേ ടൈമിലാണ്. എൻ്റെ കൂടെ തിലകൻ സാറുണ്ട്, അപ്പുറത്ത് ലാലേട്ടനുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ, അന്ന് ഞാൻ കോഴിക്കോട് ഡാൻസ് പഠിക്കുന്ന സമയത്താണ് കിരീടം റിലീസാവുന്നത്. അന്ന് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒന്ന് പഠിക്കുക. തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയിട്ട് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് 12 മണിക്ക് തിരിച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. അതിനപ്പുറത്ത് ഒരു സിനിമ എന്നെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അസ്കർ മനുവങ്കിൾ പറയുമ്പോൾ അത്തരം സിനിമകൾ ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവർക്കൊക്കെയും ഈ നമ്മളുടെ പഴയ സിനിമകൾ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതെ, ഈ മനോങ്ങള് പോലെ ഇപ്പൊ പലയിടത്ത് ഇപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മഴ പെയ്യുന്ന മദ്ദളം കൊട്ടൊന്ന് കാണും. ഇതിലൊരു അല്ല, ഇത് ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും എനിക്ക് ചില ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വരെ വായിൽ വരും. ഇത് കണ്ടിട്ട് ചാനലും ടേസ്റ്റ് നമുക്ക് വായിൽ വരും. അത് അല്ല, അതുകൊണ്ടാണ് ഞാൻ കിരീടം ആ കൾച്ചർ ഇപ്പൊ ഇല്ലാണ്ടായല്ലോ. അയ്യോ, അതൊരു കാരണം ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല. ഇപ്പൊ പണ്ട് ഷെഹനാസ് തിയേറ്ററിൽ പോകുമ്പോഴേ അതിങ്ങനെ ചുറ്റി നടന്ന് കയറില്ലേ, ആ കയറി പോകുന്നത് ഒരു ഫീലാ, കണ്ടിറങ്ങിയിട്ട് തിരിച്ചു നടക്കുന്ന ഒരു ഫീലാ. ഇതെല്ലാം ആദ്യത്തെ റെഡ് കാർപ്പറ്റ് പോലെ നടന്ന് കയറി പോകുന്നത് പോലെ. എനിക്ക് ടൈറ്റാനിക് കാണാൻ വേണ്ടി പോയപ്പോൾ അടുത്ത് AC-യുടെ വെന്റ് അവിടെ വെന്റിലേറ്റർ ഇങ്ങനെ നിൽക്കുക, അതിൽ നിന്ന് വന്ന തണുപ്പ് അവസാനം അവിടുന്ന് ജാക്ക് കിടന്ന് ഇങ്ങനെ ഈ അടിയിലായിരുന്നു. അപ്പൊ ചില സിനിമകൾക്ക് ചില ഓർമ്മകൾ കണക്റ്റാ. അതിനകത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കിരീടം ഭയങ്കര കണക്റ്റാ. ഈ ചാനലിൽ പടം കാണുന്ന സമയത്ത് നമ്മൾ ചോറ് തീരില്ലല്ലോ, കഴിച്ച് റിപ്പീറ്റും വരാം. ചിലപ്പോൾ ഇത്ര എടുത്ത് തന്നെ കഴിയുന്നവരെ കഴിച്ചുകൊണ്ട് ഇരിക്കാം. ജിത്തുവിന് എന്താ ശരിക്കും? എനിക്ക് എല്ലാത്തരം ജോണും കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ ഈ ഒരു കൈൻഡ് ഓഫ് പരിപാടികളാണ് ഇഷ്ടം. സജഷനായിട്ട് പറയില്ല, എല്ലാവരും കണ്ടുള്ള സിനിമയായിരിക്കും. M. Night Shyamalan ഡയറക്ട് ചെയ്ത 6th സെൻസ് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ സീരീസ് ആണെങ്കിൽ ലോസ്റ്റും, അതും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സാധനം കണ്ടിട്ട് എനിക്ക് ഏറ്റവും പേഴ്സണലി അത് തീർന്നു പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ലോസ്റ്റ് ആയിരുന്നു. ഇത് തീരല്ലേ നമുക്ക് ആ ഒരു സ്ഥലം മിസ് ചെയ്യും. ലോസ്റ്റിന്റെ കുറെ എപ്പിസോഡും ഉണ്ടല്ലോ, ലോങ് ജേർണിയും കഴിഞ്ഞ നമുക്ക് നമ്മൾ ലോസ്റ്റ് ആയി. ഞാൻ ചില പൈലറ്റുകൾ പിന്നെ എടുത്ത് കാണും, അത്രയും നമ്മൾ അവിടെ ഹുക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിനകത്ത് നമ്മൾ നീ പറഞ്ഞോണ്ട് റൺലോല റൺ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയിരുന്ന? അയ്യോ ഭയങ്കര. ഞാനത് രസം എന്താ വെച്ചാൽ IFFK-ലാണ് ഫസ്റ്റ് സ്ക്രീനിങ് നടക്കുന്നത്. അന്ന് കിളി പറഞ്ഞത്. കാരണം നമ്മൾ അവിടെ എല്ലാം ഈ പറയുന്ന ആ സമയങ്ങളിലൊക്കെ ഈ ബുദ്ധിജീവി പടങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സ്ലോ പടം, വേറെ ടൈപ്പ് ഓഫ് സ്വഭാവത്തിലല്ലേ. ഇത് കിടന്നിട്ട് ഒരു ലൂപ്പിൽ ഒരു ഫോൺ കോള്, അടുത്ത ഫോൺ കോൾ വരുമ്പോൾ ആ കഥ വേറെ പോലെ നമുക്ക് നമ്മുടെ ഈ സിനിമയ്ക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ, ഇവർക്ക് ഓരോന്നും ഓർമ്മയുണ്ടാവത്തില്ല. പല പല ഇതില് ഭയങ്കര പേസ് സെറ്റിങ്ങോ നമ്മൾ കണ്ണെടുക്കത്തില്ല. ഓയ്യോ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ സംഭവം ഗംഭീര സംഭവമായി പോകുന്നുണ്ട്. ഇനിയും ഗംഭീര സംഭവങ്ങളായിട്ട് 3 വരും. താങ്ക് യു സോ മച്ച്.